Hello, welcome back to my channel and I'm your Nimsha Davis. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ടോക്കണൈസേഷൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഇന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രാക്ടിക്കലിലോട്ട് കയറാം. അപ്പം അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണ്ട, നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചെയ്തേക്ക്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മളിതിന് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് എന്ത്, NLTK. NLTK എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ഫോം എന്താ വരുന്നുണ്ടാവുക, നാച്ചുറൽ ലാംഗ്വേജ് ടൂൾ കിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. പിപ്പ് ഇൻസ്റ്റാൾ NLTK. എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾറെഡി എൻ്റെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഫസ്റ്റ് തന്നെ നമ്മൾ ടോക്കണൈസേഷൻ എന്താണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. നമ്മൾ ആദ്യം തന്നെ ഇപ്പം ചെയ്യാൻ പോകുന്നത് പാരഗ്രാഫിനെ സെൻറ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ടോക്കണൈസേഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം, പാരഗ്രാഫ് വേണം. പാരഗ്രാഫിനെ നമ്മൾ എന്താ പറയുക, കോർപ്പസ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പാരഗ്രാഫ് എഴുതുന്നു. ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം നിമിഷ. ഡോക്ടർ ആയിട്ടില്ല. ഡിയർ നിമിഷ ഡേവീസ്, സബ്സ്ക്രൈബ്, and like my videos. ഓക്കെ, ഇത് ഞാനൊരു എഴുതുന്നു. എത്ര പാരഗ്രാഫ് എഴുതി വെച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാരഗ്രാഫ് എഴുതാം കേട്ടോ. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ എത്ര ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് പാരഗ്രാഫിനെ സെൻറ്റൻസിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ് ടോക്കണൈസ് എന്ന് പറഞ്ഞ മൊഡ്യൂള്. ഓക്കെ, NLTKയിലത്തെ ടോക്കണൈസ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. അതിലത്തെ സെൻഡ് ടോക്കണൈസ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, സെൻഡ് ടോക്കണൈസിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കോർപ്പസിനെ ഞാനിവിടെ പാസ് ചെയ്യുന്നു. ഇത് ഞാൻ വേണമെങ്കിൽ ഒരു വേരിയബിളിലോട്ട് മാറ്റാം. നമ്മൾ സെൻറ്റൻസിലോട്ടല്ലേ മാറ്റുന്നത്. അപ്പം നമ്മൾ സെൻറ്റൻസിന് എന്താ പറയാന്ന് പറഞ്ഞു നോക്കുന്നത്, ഡോക്യുമെന്റ്സ് എന്നാണ് പറയാന്ന് പറഞ്ഞു നോക്കുന്നത് അല്ലേ. പാരഗ്രാഫിന് കോർപ്പസിനും സെൻറ്റൻസിന് ഡോക്യുമെന്റ്സിനും കേട്ടോ. ഡോക്യുമെന്റ്സിന് ഞാനിവിടെ പ്രിന്റ് ചെയ്യിക്കുന്നു. ഓക്കെ, കണ്ടോ, ഓരോ സെൻറ്റൻസും ഓരോ ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്കിത് ചിലപ്പോൾ നേരിട്ട് ഇങ്ങനെ വന്നൊന്നും വരില്ല ചിലർക്ക്. ഓക്കെ, ഓൾറെഡി നിങ്ങളുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എററൊന്നും ഇല്ലാതെ ചിലപ്പോൾ വർക്കാവും. NLTK ഉണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ വർക്കാവും. അല്ലെങ്കിൽ ചിലർക്കെങ്കിലും എറർ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, പങ്ക്തി ടാബ് എന്നോ പങ്ക്തി എന്ന് പറഞ്ഞിട്ട് ഒരു എററൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെ വരുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എറർ വരുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇഫ് എറർ ഒക്കേഴ്സ്, എറർ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പോർട്ട് NLTK, then എന്ത് ചെയ്യുക, NLTK ഡോട്ട്, അതിനുള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. NLTKയുടെ ഉള്ളിലത്തെ അത് ഇതിനോടൊപ്പം ഡൗൺലോഡ് ആയിട്ടില്ല, അതാണ് ഇഷ്യൂ എന്നത്. ഓക്കെ, പങ്ക്തി എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ടും എറർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആ എറർ വായിച്ചൊക്കെ മനസ്സിലാവും കേട്ടോ. പങ്ക്തി ടാബ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി വരുന്നുണ്ടായിരിക്കും. എനിക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇത് ട്രൂ എന്ന് വന്നാലാണ് കേട്ടോ കംപ്ലീറ്റ് ഡൗൺലോഡ് ആയി എന്നർത്ഥം. ഫോൾസ് എന്നായാൽ എവിടെയോ മിസ്റ്റേക്ക് വന്നു എന്ന് അർത്ഥം കേട്ടോ. എന്നിട്ടും നിങ്ങളുടെ വർക്കായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ പിപ്പ് ഇൻസ്റ്റാൾ അപ്ഗ്രേഡ് NLTK എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പം അതെന്തായാലും വർക്ക് ആയിക്കോളൂ കേട്ടോ. അപ്ഗ്രേഡിൻ്റെ സ്പെല്ലിങ് മാറിപ്പോയി. അപ്പം അത് വർക്ക് ആയിക്കോളും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തത് എന്താ, പാരഗ്രാഫിനെ സെൻറ്റൻസ് ആക്കി മാറ്റാണ് ചെയ്ത് നോക്കുന്നത്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, പാരഗ്രാഫിനെ വേർഡ്സ് ആക്കണം. അതേപോലെ തന്നെ എനിക്ക് സെൻറ്റൻസിനെ വേർഡ്സ് ആക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പാരഗ്രാഫിനെ നമുക്ക് വേർഡ് ആക്കാം. അതിനായിട്ട് നമ്മൾ വേറൊരു മൊഡ്യൂളാണ്, വേറൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. NLTK ഡോട്ട് ടോക്കണൈസിലത്തെ തന്നെ വേറൊരു ഫംഗ്ഷൻ കേട്ടോ, ഇമ്പോർട്ട് വേർഡ് ടോക്കണൈസ്. ഓക്കെ, സെൻറ്റൻസ് ആക്കാൻ സെൻഡ് ടോക്കണൈസ്, വേർഡ് ആക്കാൻ
വേർഡ് ടോക്കണൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ വേർഡ് ആയതുകൊണ്ട് ഞാൻ WO എന്നിട്ട് കൊടുക്കുന്നു, ഈക്വൽ ടു വേർഡ് ടോക്കണൈസ്. അതിനുള്ളിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കോർപ്പസിനെ ഞാൻ പാസ് ചെയ്യുന്നു, WO. ഓക്കെ, കണ്ടോ ഓരോരോ വേർഡുകളായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് വന്നു. ഹെലോ, ഓൾ, കോമയടക്കം, കോമയും കുത്തും അടക്കം വേറെ വേറെ വേർഡ്സുകളായിട്ട് വന്നു. കണ്ടോ, സെപ്പറേറ്റ് വേർഡുകളായിട്ട് നമുക്ക് അവിടെ വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എനിക്ക് സെന്റൻസിനെ വേർഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഡോക്യുമെന്റ്സിലോട്ട് സെന്റൻസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഫ്രം സെൻഡ് ഇൻ for send in documents എന്ത് ചെയ്യുന്നു, പ്രിന്റ് വേർഡ് ടോക്കണൈസിനുള്ളിലോട്ട് ആ ഡോക്യുമെന്റ്സിനെ ഞാൻ പാസ് ചെയ്യും. സെൻഡില്ല അവിടെ കൊടുത്തു, സെൻഡിനെ ഞാൻ പാസ് ചെയ്യും. ഡോക്യുമെന്റ്സ്. ഓക്കെ, കണ്ടോ? അപ്പൊ ആ സെന്റൻസിനെ മാത്രമായിട്ട് എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഒരു സെന്റൻസിനെ അതിനുള്ളിലത്തെ വേർഡ് ടോക്കണൈസ് ചെയ്തു, അടുത്ത സെന്റൻസിനെ എഗെയിൻ അങ്ങനെ ചെയ്തു. ക്ലിയർ അല്ലേ? നേരത്തെ പാരഗ്രാഫിനെ മൊത്തമായിട്ട് ചെയ്തു, കോർപ്പസിനെ മൊത്തമായിട്ട്. ഇത് സെന്റൻസിനെ ആയിട്ട് ചെയ്തു. ഓക്കെ, സെൻഡ് ടു വേർഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി എനിക്കിപ്പം ഒരു മിനിറ്റ്, ഇവിടെ നമ്മുടെ കോർപ്പസ് എവിടെ? കോർപ്പസ്. ഓക്കെ, ഐ ആം നിമിഷ ഡേവിസ് എന്നിരുന്നു കേട്ടോ. ഇതിലെന്തുണ്ടായി? ഐ ഒരെണ്ണം, അപ്രസ്ട്രോഫി എം വേറെ, അങ്ങനെ രീതിയിൽ ഇവിടെ വന്നു കോർപ്പസ് ചെയ്തപ്പോൾ കേട്ടോ. സെന്റൻസ് ചെയ്തപ്പോൾ എങ്ങനെയാണ്? അതിലും അതെങ്ങനെ അപ്രസ്ട്രോഫി, എക്സ്ക്ലമേഷൻ അല്ല, അപ്രസ്ട്രോഫി സെപ്പറേറ്റ് ചെയ്ത് വന്നു ഇല്ലേ, പങ്ക്ച്വേഷൻ. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് അല്ല, ഒരുമിച്ച് വന്നു. എനിക്ക് അതിനെ സെപ്പറേറ്റ് ഒരു വേർഡ് ആക്കിയിട്ട് വരണം. ഓക്കെ, പങ്ക്ച്വേഷൻ ആസ് സെപ്പറേറ്റ് വേർഡ് ആയിട്ട് എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അതിനായിട്ട് വേറൊരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. NLTK.tokenize import വേർഡ് പഞ്ച് ടോക്കണൈസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കോർപ്പസിനെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, പങ്ക്ച്വേഷനെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഫുൾ സ്റ്റോപ്പിനും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഫുൾ സ്റ്റോപ്പിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യണ്ട. അതിനായിട്ട് എന്ത് ചെയ്യുക? അതിനായിട്ട് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഡോണ്ട് ട്രീറ്റ് പീരീഡ് എന്നാണ് പറയാം, ഫുൾ സ്റ്റോപ്പ് ആസ് സെപ്പറേറ്റ് വേർഡ്. അതിനെന്ത് ചെയ്യുക? ഫ്രം NLTK.tokenize, സ്പെല്ലിംഗ് മാറിപ്പോയോ? ടോക്കണൈസ് import ട്രീ-ബാങ്ക് വേർഡ് ടോക്കണൈസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനൊരു ഇതിലോട്ട് മാറ്റുന്നു, ടോക്കണൈസർ ഈക്വൽ ടു, അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താണ് കേട്ടോ, ടോക്കണൈസർ എന്ന് പറഞ്ഞിട്ട് ട്രീ-ബാങ്ക് വേർഡ് ഒരു ഒബ്ജക്റ്റ് ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു, ടോക്കണൈസർ ഡോട്ട് ടോക്കണൈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ടോക്കണൈസ് ഫംഗ്ഷൻ. അതിനുള്ളിലോട്ട് ഞാൻ കോർപ്പസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതൊരു ക്ലാസ് ആണ് കേട്ടോ. ഞാൻ നിങ്ങളോട് ഫംഗ്ഷൻ എത്ര നേരം പറഞ്ഞെന്ന് തോന്നുന്നു. ക്ലാസ് ആണ്. ക്ലാസ്സിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അതിനുള്ളിലത്തെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു കേട്ടോ. അപ്പം അതിലെന്തുണ്ടായി? ഇവിടെ കണ്ടോ, ഈ ഫുൾ സ്റ്റോപ്പ് ഇതിനോടൊപ്പം കയറി, പക്ഷെ ലാസ്റ്റത്തെ ഫുൾ സ്റ്റോപ്പ് മാത്രം സെപ്പറേറ്റ് ഒരു വേർഡായിട്ട് ട്രീറ്റ് ചെയ്യും ഇതിൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, NLP ലാംഗ്വേജ് ടൂൾ കിറ്റ്, നാച്ചുറൽ ലാംഗ്വേജ് ടൂൾ കിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. നിങ്ങൾക്ക് എറർ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പങ്ക്തി ടാബും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി എവിടെ പോയി,
അല്ലെങ്കിൽ അപ്ഗ്രേഡ് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പാരഗ്രാഫിനെ സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യലാണ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു കോർപ്പസ് എന്നുള്ളതാണ് നമ്മുടെ പാരഗ്രാഫ്. അതിനെ സെന്റൻസ് ആക്കാനായിട്ട് സെൻഡ് ടോക്കണൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് നമ്മൾ മാറ്റി. ഇനി പാരഗ്രാഫിനെ വേർഡ് ആക്കണമെങ്കിലോ വേർഡ് ടോക്കണൈസ് എന്ന് പറഞ്ഞതുണ്ട്. ഓക്കെ, ഇനി സെന്റൻസിന് വേർഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ട് ആ സെന്റൻസ് വേർഡ് ടോക്കണൈസിലിട്ട് കൊടുത്താൽ മതി. പങ്ക്ച്വേഷനെ സെപ്പറേറ്റ് വേർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, വേർഡ് പങ്ക്ച് ടോക്കണൈസ് ഉണ്ട്. അതേപോലെ പീരിയഡിനെ, കുത്തിനെ അല്ലെങ്കിൽ ഡോട്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യണ്ട എങ്കിൽ എന്ത് ചെയ്യണം, ട്രീ ബാങ്ക് വേർഡ് ടോക്കണൈസർ എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ടോക്കണൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനി നമുക്കിപ്പം വേർഡിനെ എന്താക്കണം, സബ് വേർഡ് ആക്കണതൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇപ്പോഴല്ല, ഈ ഒരു NLTK വെച്ചിട്ടല്ല, നമുക്കിപ്പോൾ വേണമെങ്കിൽ ഓക്കെ ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അതല്ലെങ്കിൽ നമുക്ക് വേറെ ലൈബ്രറി വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഇതിൽ ഞാനിവിടെ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ ഒരു വേർഡ് ഞാൻ കൊടുക്കാം, W1 = അൺഹാപ്പി എന്നല്ല ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാസ്റ്റത്തെ ക്ലാസ്സിൽ. അതെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബേർട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് നോക്കാം, വേർഡിനെ സബ് വേർഡ് ആക്കുന്നത് ബേർട്ട് യൂസ് ചെയ്തിട്ട് നോക്കാം. ഇനി എന്തെങ്കിലും ഇതിൽ പറയാൻ വിട്ടുപോയിണ്ടായിരുന്നോ, നോക്കട്ടെ ഇതിലേതൊക്കെ പറഞ്ഞു. ഓക്കെ മതി. അപ്പൊ ടോക്കണൈസിംഗിൽ ഇത്രയാണ് വരുന്നത്. ഇനിയുള്ളത് നമുക്ക് വരാനുള്ളത് ബെർട്ടിലാണ് ഈ സബ് വേർഡ് ആക്കുന്നതൊക്കെ വരുന്നുണ്ടായിരിക്കാം. ട്രാൻസ്ഫോമേഴ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിലാണ് ഈ സബ് വേർഡിലോട്ട് കൺവേർട്ട് ചെയ്യണതൊക്കെ വരുന്നുണ്ടായിരിക്കാം. സെന്റൻസിന്റെ പാരഗ്രാഫ് ആക്കാൻ പഠിച്ചു, പാരഗ്രാഫിനെ സെന്റൻസ് ആക്കാൻ പഠിച്ചു, സെന്റൻസിനെ വേർഡ് ആക്കാനായിട്ട് പഠിച്ചു, പാരഗ്രാഫിനെ വേർഡ് ആക്കാനായിട്ട് പഠിച്ചു. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ സ്റ്റെമ്മിങ്ങോ അല്ലെങ്കിൽ ലെമൻറ്റേഷനോ ഏതെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ചെയ്ത് നോക്കുക, മറക്കാതെ ചെയ്ത് നോക്കുക, എഴുതി വെക്കുക, എഗെയിൻ തനിയെ ഇരുന്നൊന്ന് ചെയ്ത് നോക്കുക. ഈ 3 സ്റ്റെപ്പുകൾ എന്തായാലും ചെയ്യണം കേട്ടോ. എൻ്റെ ഒപ്പം ചെയ്യുക, എഴുതി വെക്കുക, നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്യുക. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമുക്കിനി നാളെ കാണാം. ഇന്ന് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യില്ല, ഇവിടെ നല്ല ഇടിവെട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലാപ്പ് ഓഫ് ചെയ്യും. ഓക്കെ, so ta-ta, bye-bye. That's all for this video. Thank you.